നിലമോളെ കൂട്ടിക്കൊണ്ട് വന്നോന്നറിയില്ലല്ലോ. ശരി, ഫോൺ ചെയ്ത് നോക്കാം. ആ പറ വിജി. അമ്മേ, നിലമോളെ പോയി കൂട്ടിക്കൊണ്ട് വന്നോ? ഇല്ല മോളെ, ഇപ്പൊ പുറപ്പെടുന്നതേ ഉള്ളൂ. ഇപ്പൊ പുറപ്പെടുന്നേ ഉള്ളോ? ഒന്ന് വേഗം ചെല്ലമ്മേ. അമ്മയ്ക്ക് പോവാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ പോയി നിലമോളെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മ, അവരുടെ വീടിന്റെ അടുത്താണുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? ഈ സമയത്ത് പെട്ടെന്ന് പോയി കൊണ്ടുവരാൻ പറ്റുമോ? ചെല്ലമ്മേ, നേരെ ഇരുട്ടി, വേഗം ചെല്ല. എന്തിനു നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവരുടെ വീട്ടിലെ കുട്ടിയെ പോലെ അവര് ഭദ്രമായിട്ട് നോക്കിക്കൊള്ളുന്നേ. ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഏ, എന്ത്? അവരുടെ വീട്ടിലെ കുട്ടിയോ? അല്ല, നമ്മുടെ നിലമോളെ അവരുടെ വീട്ടിലെ കുട്ടിയെ പോലെ വിചാരിച്ച് അവര് ഭദ്രമായിട്ട് നോക്കിക്കോളൂന്ന് പറഞ്ഞതാ. അതുകൊണ്ട് നീ പേടിക്കാണ്ട് നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ നോക്ക്. ഞാൻ നിലമോളെയും കൂട്ടി വീട്ടിലേക്ക് വന്നോളാം. എന്താ? ശരി, ഓക്കെ. സൂക്ഷിച്ചു പോണേ അമ്മേ. അമ്മ ശിവയെ വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ. ആ, അവനും ഇവിടെയുണ്ട്. ഞാൻ അവനെ വിളിച്ചോണ്ട് പോയി നിലമോളെയും കൂട്ടിക്കൊണ്ട് വന്നോളാം. നീ അതിനെ പറ്റി ഇനി ആലോചിക്കണ്ട. ആ, ഇവളോടൊക്കെ സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണം. അയ്യോ ശിവ, നമുക്ക് പോവാം. അയ്യോ, ഇത്രയും കളിപ്പാട്ടങ്ങളോ? എന്തിനാണ് എന്റെ ടോയ്സ് റൂമിൽ കയറിയിരിക്കുന്നത്? ഏയ്, എന്റെ റൂമിൽ എന്തായി കാണിക്കുന്നത്? അത് പിന്നെ ഈ ടോയ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊട്ടു നോക്കാനും എടുത്ത് കളിക്കാനും നല്ല കൊതിയുണ്ട്. അതുകൊണ്ടാ ഈ റൂമിലൊന്നും നീ വരാൻ പാടില്ല. നീ പുറത്തു പോ പ്ലീസ്. കവിൻ, ഞാൻ ഇത്രയും ടോയ്സ് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കാൻ എനിക്ക് കൊതിയാവുന്നു. ഒരു പ്രാവശ്യം താ പ്ലീസ്. നോ, പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ പാവം പെണ്ണിനെ പോലെ അഭിനയിച്ചിട്ട് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അതെനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചോ? പുറത്തു പോ. പുറത്തു പോവാനല്ലേ ഞാൻ പറഞ്ഞത്. എന്താ നീ ഇപ്പൊ കാണിച്ചേ? നില ആരാ? നിന്റെ കൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ഇന്ന് അവളെ ടോപ്പ് മാർക്ക് വാങ്ങിച്ച ദിവസാ. നമ്മൾ അതിന് ഒരു ട്രീറ്റ് കൊടുത്തു വരേണ്ട മര്യാദ ഇല്ലടാ നമുക്ക്. മനസ്സിലായോ? നില, നിനക്ക് ഇഷ്ടമുള്ളത് പോയി കളിച്ചോ മോളെ. എന്താടാ നോക്കുന്നത്? അച്ഛനെ ഇപ്പൊ ഓവറായിട്ട് സംസാരിക്കുന്നത്. ഈ ഡയലോഗ് ഞാൻ പറയേണ്ടതാ. നീയാ ഇപ്പൊ ഓവറായിട്ട് പെരുമാറുന്നത്. ഇതിനു മുമ്പ് നീ മാർക്ക് കുറച്ച് വാങ്ങുമ്പോൾ ഞാൻ നിന്നെ വഴക്ക് പറയാറുണ്ട്. ഇന്ന് നീ ഒരു മാർക്കും വാങ്ങിച്ചിട്ടില്ല, ആനമുട്ടയാ. അതിന് ഞാൻ നിന്നെ എന്താ ചെയ്യേണ്ടത്? പക്ഷെ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിലയിലെടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അവളെ ഫ്രീ ആയിട്ട് നീ വിട്ടേക്കണം. ഇല്ല, നീ കളിച്ചോ മോളെ. എന്താടാ തുറച്ചു നോക്കുന്നേ? ഹലോ, ആ ആ ആ പറഞ്ഞു. എടാ കവിനെ, നീയും വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ വരുന്നില്ല, നീ ഒറ്റക്ക് കളിച്ചോ. ആ പെട്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവാ? അങ്കിളിന് നിറയെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ.